ഇപ്പോൾ ചില ആൾക്കാർക്ക് ഒരു ഫോൺ മേടിക്കുമ്പോൾ റിയൽമിയുടെ തന്നെ ഒരു ഫോൺ വേണം എന്നൊക്കെ ഉണ്ടായിരിക്കും. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റിയൽമിയുടെ ഓരോരോ പ്രൈസ് സെഗ്മെന്റിൽ ഇപ്പോൾ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഫോണുകളെ കുറിച്ചിട്ടാണ്. പിന്നെ ഇതേ ടോപ്പിക്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് ചെയ്യാറുണ്ട്. അപ്പം ഇതേ ടോപ്പിക്കിൽ നമ്മൾ വീണ്ടും വീഡിയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും വേറെ വീഡിയോയുടെ ലിങ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കാണുന്നതായിരിക്കും നല്ലത്. കാരണം അതായിരിക്കും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോ. ആദ്യം നിങ്ങളുടെ ബഡ്ജറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ 6800 രൂപ പ്രൈസ് റേഞ്ചിൽ റിയൽമി C30s എന്ന സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സുമായിട്ട് വരുന്ന സ്മാർട്ട് ഫോണാണ്. HD റെസൊല്യൂഷൻ വരുന്ന ഡിസ്പ്ലേ ആണ് വരുന്നത്. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലെ നോച്ചാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ബേസിക് ആയിട്ടുള്ള യൂണി SoC SC9863A എന്ന പ്രോസസ്സറാണ് വരുന്നത്. 8 മെഗാ പിക്സൽ ബാക്ക് ക്യാമറയും 5 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊന്നും വരുന്നില്ല. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ ഇതിൽ വരുന്നുണ്ട്. 6800 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ അവൈലബിൾ ആണ്. പിന്നെ ബഡ്ജറ്റ് കുറച്ചും കൂടി കൂട്ടാം എന്നുണ്ടെങ്കിൽ 8000 രൂപ പ്രൈസ് റേഞ്ചിൽ റിയൽമി C51 എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. ഇതിലോട്ട് വരുമ്പോൾ നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് കിട്ടുന്നുണ്ട്. അതെടുത്ത് പറയേണ്ട കാര്യമാണ്. ബാക്കി ഫീച്ചേഴ്സ് ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് തന്നെയാണ്. 90 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ HD റെസൊല്യൂഷൻ വരുന്ന ഡിസ്പ്ലേ തന്നെയാണ് ഇതിലും വരുന്നത്. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലെ നോച്ച് കൊടുത്തിട്ടുണ്ട്. യൂണി SoC T612 എന്ന പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട്. 50 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 5 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. ഈ ഫോൺ 8000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് അവൈലബിൾ ആണ്. പിന്നെ ബഡ്ജറ്റ് കുറച്ചും കൂടി കൂട്ടാം എന്നുണ്ടെങ്കിൽ 8900 രൂപ പ്രൈസ് റേഞ്ചിൽ റിയൽമി C55 എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. ഇതിലും നമുക്ക് 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും 5000 mAh ബാറ്ററി കിട്ടുന്നുണ്ട്. പക്ഷേ ഇതിലോട്ട് വരുമ്പോൾ നമുക്ക് 6.72 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്. ഫുൾ HD റെസൊല്യൂഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ പഞ്ചോൾ ഡിസൈനും വരുന്നുണ്ട്. 90 Hz റിഫ്രഷ് റേറ്റ് ആണ് വരുന്നത്. പിന്നെ ഇതിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള മീഡിയാടെക്കിൻ്റെ ഹീലിയോ G88 എന്ന പ്രോസസ്സറും വരുന്നുണ്ട്. 64+2 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറയാണ് വരുന്നത്. പിന്നെ ഇതേ ഫീച്ചേഴ്സുമായിട്ട് റിയൽമി നാർസോ N55 എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. പക്ഷേ അതിൻ്റെ വില 10400 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഇപ്പം വരുന്നത്. അപ്പം ഇതിൽ ഏതിനാണ് വില കുറവ് എന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ കുറഞ്ഞൊരു പ്രൈസ് റേഞ്ചിൽ റിയൽമിയുടെ AMOLED ഡിസ്പ്ലേയുമായിട്ട് വരുന്ന ഒരു ഫോൺ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ 10300 രൂപ പ്രൈസ് റേഞ്ചിൽ ഇപ്പോൾ റിയൽമി 10 4G എന്നുള്ള സ്മാർട്ട് ഫോൺ ലഭിക്കുന്നുണ്ട്. ഇത് കുറച്ച് പഴയ ഫോണാണ്, ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. പിന്നെ ഇതിൽ 6.4 ഇഞ്ചിൻ്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ വരുന്നുണ്ട്. പഞ്ചോൾ ഡിസൈനും കൊടുത്തിട്ടുണ്ട്. 90 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ മീഡിയാടെക് ഹീലിയോ G99 എന്നുള്ള പ്രോസസ്സർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലൊരു പ്രോസസ്സറൊക്കെ തന്നെയാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. പിന്നെ 50+2 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് 5G ഫോൺ വേണമെന്നുണ്ടെങ്കിൽ റിയൽമിയുടെ ഭാഗത്ത് നിന്ന് 10500 രൂപ പ്രൈസ് റേഞ്ച് മുതൽ തന്നെ നമുക്ക് 5G ഫോണുകൾ ലഭിക്കുന്നുണ്ട്. ഇപ്പം 10500 രൂപ പ്രൈസ് റേഞ്ചിൽ റിയൽമി C65 5G എന്ന സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. ഇതിൽ നമുക്ക് 6.6 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേ ആണ് ലഭിക്കുന്നത്. ഫുൾ HD റെസൊല്യൂഷൻ വരുന്നില്ല. പക്ഷേ പഞ്ചോൾ ഡിസൈനും 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ മീഡിയാടെക് Dimensity 6300 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 50 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 15 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 10500 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ അവൈലബിൾ ആണ്. പിന്നെ 11700 രൂപ പ്രൈസ് റേഞ്ചിൽ അതുപോലെ തന്നെ 11900 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് റിയൽമി നാർസോ 60X അതുപോലെ തന്നെ റിയൽമി C67 5G എന്നീ ഫോണുകൾ വരുന്നുണ്ട്. രണ്ടും സെയിം ആയിട്ടുള്ള ഫോണുകൾ തന്നെയാണ്, സെയിം ഫീച്ചേഴ്സാണ് വരുന്നത്. ഈ രണ്ട് ഫോണുകളിലും 6.72 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പം ഇതിലോട്ട് വരുമ്പോൾ ഫുൾ HD റെസൊല്യൂഷൻ വരുന്നുണ്ട്. പഞ്ചോൾ ഡിസൈനും 120 Hz റിഫ്രഷ് റേറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ മീഡിയാടെക് Dimensity 6100+ എന്ന പ്രോസസ്സറാണ് വരുന്നത്. 9 5G ബാൻഡ്സ് വരുന്നുണ്ട്. 50+2 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും വരുന്നുണ്ട്. ഇനി ഇതല്ല എന്നുണ്ടെങ്കിൽ ഏകദേശം ഇതിനടുത്ത് വരുന്ന ഫീച്ചേഴ്സുമായിട്ട് റിയൽമി 12X അതുപോലെ തന്നെ റിയൽമി നാർസോ 70X 5G എന്നീ ഫോണുകൾ വരുന്നുണ്ട്. രണ്ടും സെയിം ആയിട്ടുള്ള ഫോണുകൾ തന്നെയാണ്. ഇപ്പം നേരത്തെ പറഞ്ഞിട്ടുള്ള രണ്ട് ഫോണുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൽ 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് എക്സ്ട്രാ വരുന്നുണ്ട്. ബാക്കി ഫീച്ചേഴ്സ് ഓൾമോസ്റ്റ് സെയിം ആണ്. ഈ ഫോണുകൾ 12000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് അവൈലബിൾ ആണ്. പിന്നെ ബഡ്ജറ്റ് കുറച്ചും കൂടി കൂട്ടാം എന്നുണ്ടെങ്കിൽ 16000 രൂപ പ്രൈസ് റേഞ്ചിൽ റിയൽമി P1 5G അതുപോലെ തന്നെ റിയൽമി നാർസോ 70 5G എന്നീ ഫോണുകൾ കൺസിഡർ ചെയ്യാവുന്നതാണ്. രണ്ടും സെയിം ആയിട്ടുള്ള ഫോണുകൾ തന്നെയാണ്. ഈ രണ്ട് ഫോണുകളിലും 6.6 ഇഞ്ചിൻ്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ നമുക്ക് ലഭിക്കുന്നുണ്ട്. 5G സപ്പോർട്ടിൻ്റെ കൂടെ AMOLED ഡിസ്പ്ലേയും കൂടി വരുന്നുണ്ട്. പഞ്ചോൾ ഡിസൈൻ വരുന്നുണ്ട്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മീഡിയാടെക് Dimensity 7050 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 9 5G ബാൻഡ്സ് കൊടുത്തിട്ടുണ്ട്. 50+2 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000 mAh ബാറ്ററി 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടാണ് വരുന്നത്. ഈ ഫോണുകൾ 16000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ
ഇത് വളരെ മികച്ച ഓപ്ഷൻസ് ആയിരിക്കും. ഇനി ബഡ്ജറ്റ് കുറച്ചും കൂടി കൂട്ടാം എന്നുണ്ടെങ്കിൽ 18,600 രൂപ പ്രൈസ് റേഞ്ചിലും അതുപോലെ തന്നെ 19,700 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് റിയൽമി 12+ 5G അതുപോലെ തന്നെ നാർസോ 70 Pro 5G എന്നീ ഫോണുകൾ വരുന്നുണ്ട്. ഏകദേശം സെയിം ആയിട്ടുള്ള ഫീച്ചേഴ്സ് തന്നെയാണ് ഈ രണ്ട് ഫോണുകളിലും വരുന്നത്. ഇപ്പോൾ മെയിൻ ക്യാമറ സെൻസറിൻ്റെ കാര്യത്തിൽ ചെറിയ വ്യത്യാസം ഉണ്ട് എന്നേ ഉള്ളൂ. ഈ ഫോണുകളിൽ 50+8+2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. മെയിൻ ക്യാമറ സെൻസേഴ്സിൻ്റെ കാര്യത്തിൽ ചെറിയ വ്യത്യാസം വരുന്നുണ്ട്. പിന്നെ 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. രണ്ട് ഫോണുകളിലും 6.6 ഇഞ്ചിൻ്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. MediaTek Dimensity 7050 എന്ന പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട്. 5000 mAh ബാറ്ററിയും 60 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. ഇതിൽ റിയൽമി 12+ എന്നുള്ള സ്മാർട്ട് ഫോൺ 18,600 രൂപ പ്രൈസ് റേഞ്ചിലും നാർസോ 70 Pro 5G എന്ന സ്മാർട്ട് ഫോൺ 19,700 രൂപ പ്രൈസ് റേഞ്ചിലുമായിട്ടാണ് വരുന്നത്. പിന്നെ കേർവ്ഡ് ഡിസ്പ്ലേയുമായിട്ട് വരുന്ന ഫോണുകൾ വേണം എന്നുണ്ടെങ്കിൽ റിയൽമി 12 Pro എന്നുള്ള സ്മാർട്ട് ഫോൺ 21,800 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. ഇതിൽ 6.7 ഇഞ്ചിൻ്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. കേർവ്ഡ് ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. 10-bit ഡിസ്പ്ലേ എന്നുള്ള ഫീച്ചർ വരുന്നുണ്ട്. 120 റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. Snapdragon 6 Gen 1 എന്ന പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട്. 9 5G ബാൻഡ്സ് വരുന്നുണ്ട്. 50+32+8 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. അപ്പോൾ ടെലിഫോട്ടോ ലെൻസ് ഒക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. 5000 mAh ബാറ്ററിയും 60 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 21,800 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ ഇപ്പം അവൈലബിൾ ആണ്. പിന്നെ റിയൽമി 12 Pro +1 സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. ഏകദേശം ഇതിനടുത്ത് വരുന്ന ഫീച്ചേഴ്സാണ് പല ഫീച്ചേഴ്സും വരുന്നത്. പക്ഷേ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള Snapdragon 7S Gen 2 എന്ന പ്രോസസ്സർ വരുന്നുണ്ട്. അതുപോലെ തന്നെ ക്യാമറയിൽ ഒരു പെരിസ്കോപ്പ് ലെൻസും കൊടുത്തിട്ടുണ്ട്. 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 27,500 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് ഈ ഫോൺ അവൈലബിൾ ആണ്. പിന്നെ 22,000 രൂപ പ്രൈസ് റേഞ്ചിൽ റിയൽമി P1 Pro എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. ഇപ്പം റിയൽമി 12 Pro ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം സെയിം ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സും പ്രോസസ്സറും കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. പക്ഷേ 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടേ വരുന്നുള്ളൂ. പിന്നെ ക്യാമറയിൽ ടെലിഫോട്ടോ ലെൻസും വരുന്നില്ല. അപ്പം ഇപ്പോഴത്തെ ഒരു ഇതിൽ റിയൽമി 12 Pro ആയിരിക്കും കുറച്ചും കൂടി ബെറ്റർ. പക്ഷേ ചിലപ്പം റിയൽമി 12 Proക്ക് വില ഇതിലും കൂടുതൽ കാണിക്കാറുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ കേർവ്ഡ് ഡിസ്പ്ലേ ഉള്ള ഫോൺ വേണമെന്നുണ്ടെങ്കിൽ റിയൽമി P1 Pro എന്നുള്ള സ്മാർട്ട് ഫോണും കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് പഴയ ഫോൺസൊക്കെ ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ റിയൽമി GT Neo 3 എന്ന സ്മാർട്ട് ഫോൺ 23,600 രൂപ പ്രൈസ് റേഞ്ചിൽ കൺസിഡർ ചെയ്യാം. ഇതിൽ 4,500 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. എടുത്തു പറയേണ്ട കാര്യം 150 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് വരുന്നുണ്ട്. പിന്നെ 6.7 ഇഞ്ചിൻ്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 10-bit ഡിസ്പ്ലേ പോലുള്ള ഫീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട്. MediaTek Dimensity 8100+ എന്ന പ്രോസസ്സറാണ് വരുന്നത്. 9 5G ബാൻഡ്സ് കൊടുത്തിട്ടുണ്ട്. 50+8+2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ഒക്കെ വരുന്നുണ്ട്. OSന്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. പിന്നെ 24,000 രൂപ പ്രൈസ് റേഞ്ചിൽ Snapdragon 888 എന്ന പ്രോസസ്സറുമായിട്ട് വരുന്ന ഫോണൊക്കെ വേണം എന്നുണ്ടെങ്കിൽ റിയൽമി GT 5G എന്ന സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാം. ഇതിൽ 6.43 ഇഞ്ചിൻ്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. Snapdragon 888 എന്ന പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട്. 13 5G ബാൻഡ്സ് വരുന്നുണ്ട്. 64+8+2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 4,500 mAh ബാറ്ററിയും 65 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും വരുന്നുണ്ട്. പിന്നെ 27,100 രൂപ പ്രൈസ് റേഞ്ചിൽ റിയൽമി GT 2 എന്ന ഫോണും വരുന്നുണ്ട്. ഇതിലും Snapdragon 888 എന്ന പ്രോസസ്സർ തന്നെയാണ് വരുന്നത്. AMOLED ഡിസ്പ്ലേ 120 റിഫ്രഷ് റേറ്റ് ഒക്കെ വരുന്നുണ്ട്. പക്ഷേ ക്യാമറ കുറച്ചും കൂടി ബെറ്റർ ആണ്. 50+8+2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. OSന്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറ വരുന്നുണ്ട്. പിന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള 5000 mAh ബാറ്ററി നമുക്ക് ലഭിക്കുന്നുണ്ട്. 65 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും ഇതിൽ വരുന്നുണ്ട്. 27,100 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ബഡ്ജറ്റ് കുറച്ചും കൂടി കൂട്ടാം എന്നുണ്ടെങ്കിൽ 33,900 രൂപ പ്രൈസ് റേഞ്ചിൽ റിയൽമി GT 2 Pro എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ ഇതിൽ 6.7 ഇഞ്ചിൻ്റെ 2K AMOLED ഡിസ്പ്ലേ വരുന്നുണ്ട്. പിന്നെ LTPO എന്നുള്ള ഫീച്ചറും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതെടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. 120 റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 10-bit ഡിസ്പ്ലേ എന്നുള്ള ഫീച്ചർ വരുന്നുണ്ട്. പിന്നെ Snapdragon 8 Gen 1 എന്ന പ്രോസസ്സർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. 50+50+3 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 65 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 33,900 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ഈ ഫോൺ ഇപ്പം അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പം ഇതൊക്കെയാണ് റിയൽമിയുടെ ഓരോരോ പ്രൈസ് സെഗ്മെൻറ്റിൽ ഇപ്പോൾ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ചില ഫോണുകൾ. ഇതിൽ ഞാൻ ഏതെങ്കിലും ഫോണുകൾ വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൽ നിങ്ങൾ ഏത് ഫോൺ സെലക്ട് ചെയ്യും എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.